ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസ്സൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്ത് ഒറവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നൊരു വീട് കാണാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ ഞെക്കുക. അതുപോലെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. 6 സെൻറ്റിനകത്ത് 1350 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുള്ള വീടാണ്. 2 നിലയ്ക്കുള്ള ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 6 സെൻറ്റിനകത്ത് വളരെ ഒതുക്കി നല്ല രീതിയിൽ തന്നെ മുൻപിലൊരു റൂഫൊക്കെ ചെയ്ത്, മുകളിലും റൂഫൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ധാരാളം വീടുകളൊക്കെയുള്ള ഒരു ഏരിയ ആണ്. എല്ലാ 6 സെൻറ്റും 7 സെൻറ്റും 8 സെൻറ്റും 10 സെൻറ്റും ഒക്കെ ആയിട്ടുള്ള പ്രോപ്പർട്ടികളാണ്. അവിടെ പ്ലോട്ടുകളൊക്കെ തിരിച്ച് വീടുകൾ വന്നതാണ്. നല്ലൊരു ഏരിയയാണ്, കാമാൻകോറ്റ് ഏരിയ. എല്ലാം നല്ലൊരു പ്രകൃതിയുടെ ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു പ്രോപ്പർട്ടിയാണ്. 750 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലോട്ടുള്ള ദൂരം. ഒറവയ്ക്കൽ ജംഗ്ഷനാണ് തൊട്ടടുത്തുള്ള ജംഗ്ഷൻ. കൂരോപ്പട ഒറവയ്ക്കൽ റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. നമ്മൾ വീടിൻ്റെ മുറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗേറ്റ് ഒന്നും വെച്ചിട്ടില്ല. കോമ്പൗണ്ട്, ബാക്കിയുള്ള കോമ്പൗണ്ട് വാളെല്ലാം ഉണ്ട്. ഫ്രണ്ട് വശം ഓപ്പണായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. പില്ലറുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയ ഒരു ഫ്രണ്ട് വശം നമുക്ക് കാണുവാൻ കഴിയും. വീടിൻ്റെ ഇരുവശത്തും നല്ല ഇടയുണ്ട്. ബാക്ക് വശത്ത് ഇട കുറവാണ്. അലക്കുകലും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കിണറും ഉണ്ട്. ധാരാളം വെള്ളം ലഭിക്കുന്ന, 365 ദിവസവും ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണെന്നാണ് എൻ്റെ അറിയിച്ചവർ എന്നോട് പറഞ്ഞത്. ഗ്രില്ലൊക്കെ ഇട്ട് നന്നായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ വീടിൻ്റെ ബാക്ക് വശത്തും ഇവിടെ ഒരു ക്ലോസിംഗ് ആയിട്ട് ഒരു റൂഫൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്കൊന്ന് പോകാം. ഇവിടെ ചെറിയ പേരയും ചെറിയ ചെടികളുമൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ വെളിയിൽ നിന്നുള്ള പൈപ്പ് കണക്ഷനും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് പടിഞ്ഞാറോട്ടുള്ള ദർശനം ആയതുകൊണ്ട് വൈകുന്നേരത്തെ നല്ല വെളിച്ചം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വീടിൻ്റെ ഒരു മുൻവശം എന്ന് പറയുന്നത് നല്ല മനോഹരമായ പെയിൻറ്റുകളൊക്കെ അടിച്ച് നല്ല തടിയിലൊക്കെ തീർത്തിരിക്കുന്ന ജനാലകളും കർട്ടൺ വാതിലുകളുമൊക്കെയാണ്. 11 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മണർകാട് പള്ളിയും മണർകാടിൻ്റെ ജംഗ്ഷനിലോട്ടുള്ള ദൂരമൊക്കെ കാണിച്ചു. 4-5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണർകാട് കവലയ്ക്കും മണർകാട് പള്ളിയിലോട്ടുള്ള ദൂരം. അതുപോലെ 1.4 കിലോമീറ്റർ മാത്രമുള്ളൂ ഒറവയ്ക്കൽ ജംഗ്ഷനിലോട്ടുള്ള ദൂരം. അപ്പോൾ വളരെ ടൗണുമായിട്ടുമൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞാൽ 11 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. നമുക്ക് ഫ്രണ്ട് വാതിലൊക്കെ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. ഇതാണ് പ്രധാന വാതിൽ. കാർ പോർച്ചുമൊക്കെ നൽകിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ആണ്. ടൈലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു കളർ പെയിൻ്റൊക്കെ ഇൻസൈഡ് നല്ല വെട്ടം നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരെ തന്നെ വരുന്നത് നേരെ കിച്ചണിലേക്കാണ്. കിച്ചണ് അവിടെ അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ ബെർത്തും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയ രണ്ടാമത്തെ അടുക്കളയും ഇതാണ് നമ്മുടെ ആ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ള ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ വെളിയിൽ നിന്ന് കണ്ടത്. അവിടെ നല്ല രീതിയിൽ തന്നെ എല്ലാം ബന്ധവസ്ഥാക്കി ക്ലോസ്ഡ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓരോ ബെഡ്റൂമും കയറി കാണാം. ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം, അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമുണ്ട്. അതിന് അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും ഉണ്ട്. അത്യാവശ്യം വെളിച്ചം നമുക്ക് പകൽ സമയത്ത് ലൈറ്റൊന്നും ഇടാതെ തന്നെ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. അതിനോട് ചേർന്നാണ് ഈ ബാത്റൂം. കോമൺ ബാത്റൂമായിട്ടും അതുപോലെ ആ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമായിട്ടും ഇവിടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലോട്ട് സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസ് കയറി ചെന്ന് കഴിഞ്ഞാൽ റൂഫ് മുകളിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ 3 പാളിയുടെ ജനാലകളൊക്കെ ഫ്രണ്ട് വശത്തും അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് 2 പാളി. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെയും ബെർത്തും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു.
നല്ലൊരു ബാത്റൂം, അത്യാവശ്യം ഇടയൊക്കെയുള്ള ഒരു ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉൾവശം എല്ലാം കണ്ടു കഴിഞ്ഞു. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും വിവരങ്ങളും ഒക്കെ ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനെയിലും കൊടുത്തിട്ടുണ്ടാവും. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വിഭാഗക്കാരുടെയും പള്ളികളും അമ്പലങ്ങളും ദേവാലയങ്ങളും എല്ലാം തന്നെ ഉള്ള ഒരു ഏരിയയാണ്. കാത്തലിക്സിൻ്റെ പള്ളി, അതുപോലെ തന്നെ മർത്തോമ, അതുപോലെ യാക്കോബ, ഓർത്തഡോക്സ് വിഭാഗക്കാരുടെ പള്ളികൾ എല്ലാം തന്നെ ഉള്ളതാണ്, അതുപോലെ അമ്പലങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇനിയും അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.